പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു പ്രഭാതത്തെ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ പ്രഭാതത്തിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അസാധ്യതകളെ സാധ്യമാക്കി മാറ്റുവാനാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ അനേകം ദുഃഖകരവും സങ്കടകരവുമായിട്ടുള്ള അനേക വിഷയങ്ങളുണ്ട്. മറ്റാരിൽ ആശ്രയിച്ചിരുന്നാലും അതിന് വ്യത്യാസം വരുത്തുവാൻ കഴിയുകയില്ല എന്ന്, അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ കഴിയുകയില്ലെന്ന് മനുഷ്യന് നിശ്ചയമാകുമ്പോൾ അവർ ഒടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യനോട് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്നതായ ഏറ്റവും വലിയ സമ്പത്താണ് നിന്റെ മുൻപിൽ കാണുന്നതായ അസാധ്യതകളെ ഞാൻ സാധ്യമാക്കി തരാം എന്നുള്ളതായ വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അസാധ്യതകളെ സാധ്യമാക്കി മാറ്റുന്നതായ ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവരിൽ ഒരു ദൈവിക ചൈതന്യമുണ്ടാകും, ഒരു ആത്മബലമുണ്ടാകും, അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടാകും. കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് ആ അസാധ്യതകളൊക്കെയും അസാധ്യമാക്കി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്, അത് ഏറ്റെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ച് എന്റെ ജനമായ മിസ്രയീമും എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതൊരു വാഗ്ദത്തമാണ്. ആരെക്കുറിച്ചാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്? മിസ്രയീമിനെ കുറിച്ചും അശൂരിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും. അവരെക്കുറിച്ച് കേട്ടിരുന്നതായ നമ്മളൊക്കെ കേട്ടിരുന്ന കഥ മറ്റൊന്നാണ്. മിസ്രയീം ഇസ്രായേൽ ജനത്തെ 400 വർഷം അടിമകളാക്കി വെച്ചിരുന്നതായ അടിമത്ത സ്വഭാവമുള്ള ജനം, രാജ്യം, ഭരണം, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, അവിടുത്തെ ജനങ്ങളൊക്കെയും അടിമത്ത സ്വഭാവമാണ്. അടിമവാഴ്ചയാണ് അവരുടേത് പ്രധാനമായിട്ടുള്ളതായ വ്യവസായം. അടിമകളെ കൊണ്ടുവന്ന് വാഴുക, അടിമകളെ കച്ചവടം ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനത്തോട് ജനത്തെക്കുറിച്ച് ദൈവം പറയുന്നത് എന്റെ ജനമായ മിസ്രയീം. നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ദൈവം പറയുകയാണ് എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂർ. അശൂരിനെ കുറിച്ച് നമുക്കറിയാം. ദൈവം ആ വചനം പറയും നമ്മൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്. നോക്കൂ, രാപകലില്ലാതെ ഇസ്രായേൽ ജനത്തിന് ശത്രുവായി അവരുടെ കരബലം കൊണ്ടും ആയുധബലം കൊണ്ടും അശ്വബലം കൊണ്ടും ടെക്നോളജി കൊണ്ടും ഇസ്രായേലിനെ മുറ്റുമായി മുടിപ്പിച്ചു കളയുവാൻ അശൂരിന്റെ രാജാക്കന്മാർ രാപകലില്ലാതെ ഉറക്കമിളച്ച് ഇസ്രായേലിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ. അശൂര്യ സ്വഭാവം, ദൈവം വെറുത്തിരുന്ന ജനം, ഇസ്രായേൽ ജനം അവരെ വെറുത്തു. പ്രൈസ് ദി ലോർഡ്. അശൂരിനെയും അശൂർ രാജാക്കന്മാരുടെ നീച പ്രവൃത്തികളെയും കുറിച്ച് വേദപുസ്തകം ധാരാളം നമ്മോട് പറയുന്നുണ്ട്. ആ അശൂരിനെ കുറിച്ച് ദൈവം പറയുന്നു എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരിനെയും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ദൈവം പറയുകയാണ് എന്റെ അവകാശമായ ഇസ്രായേൽ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ മൂന്നിനെയും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നത്? ഇസ്രായേലിനെ ദൈവത്തിന്റെ അവകാശം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മാത്രമുള്ളോ അവകാശം? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മാത്രമല്ലല്ലോ അവകാശം. എന്റെ ജനമല്ലാത്തവരെ ഞാൻ എന്റെ ജനമെന്ന് വിളിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നിലനിൽക്കെ എന്റെ അവകാശമായ ഇസ്രായേൽ എന്ന് ദൈവം പറയുന്നത് എങ്ങനെ? ഇതിന്റെ അർത്ഥം നമ്മുടെ മുൻപിൽ അസാധ്യങ്ങളായിരുന്നതായ പല വ്യക്തി ജീവിതങ്ങളെ ദൈവം മുറ്റുമായി മാറ്റുവാൻ ശക്തനാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മിസ്രയീം അടിമത്ത സ്വഭാവമുള്ളവരാണെങ്കിലും അശൂർ അഹങ്കാരികളാണെങ്കിലും ഇസ്രായേൽ ജനം അവർ മാത്രമേ ദൈവത്തിന്റെ ജനമുള്ളൂ എന്നും അവർ വാഗ്ദത്തത്തിന്റെ അവകാശികളാണെന്നുള്ളതായ അവരുടെ ആ മേധാവിത്വം, അവരുടെ ആ പെരുമ, ഇതിനെയൊക്കെ ദൈവം വ്യത്യാസപ്പെടുത്തിയതിനു ശേഷം അവരെ ദൈവം സ്വന്തം ജനമാക്കുന്നു, അവരെ ദൈവത്തിന്റെ പ്രവൃത്തികളാക്കുന്നു, ദൈവത്തിന്റെ അവകാശമാക്കുന്നു. ദൈവം പറയുന്നത് 3 രാജ്യങ്ങളെ കുറിച്ചല്ല, ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഉള്ളതായ 3 സ്വഭാവങ്ങളെ കുറിച്ചാണ്. ദൈവം മാറ്റുമ്പോൾ അവരെ മുറ്റുമായി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും കുറിച്ച് ചിന്തിക്കും.
നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കും, തലമുറകളെ കുറിച്ച് ചിന്തിക്കും, സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കും, നമ്മുടെ ശത്രുക്കളായവരെ കുറിച്ച് ചിന്തിക്കും, നമുക്ക് ദോഷികളായവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, നമ്മളെ പീഡിപ്പിച്ചവരെ കുറിച്ച് ചിന്തിക്കും. നമ്മൾ ഒരു പക്ഷെങ്കിൽ പറഞ്ഞേക്കാം, ഇവരൊരിക്കലും ചേഞ്ച് ആകത്തില്ല, എന്ത് ചെയ്തിരുന്നാലും ഇവരുടെ സ്വഭാവം മാറത്തില്ല. പക്ഷെങ്കിൽ ദൈവത്താൽ സാധ്യമാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അന്നാളിൽ ദൈവം അവരെ അനുഗ്രഹിച്ച് സംസാരിക്കും, അനുഗ്രഹിച്ച് അരുളി ചെയ്യും എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഇവിടെ അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ജനത്തെക്കുറിച്ച് ദാവീദ് മുന്നമേ കണ്ടു. 122 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയാണ്, അവർ വരുവീൻ, നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. ആരെ കുറിച്ചാണ് പറയുന്നത്? ചില ഗോത്രങ്ങളെ കുറിച്ച്. അന്യമായിരുന്ന ശത്രുക്കളായിരുന്നവർ ഇവിടെ യഹോവയുടെ സന്നിധിയിൽ വന്ന് ദാവീദിന് ചെവിയിൽ കേട്ടു. എന്താണെന്നറിയാം? വരുവീൻ, നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം. യഹോവയെ അന്വേഷിച്ച് പല ഗോത്രങ്ങളും വംശങ്ങളും വരുന്നത് കണ്ടപ്പോൾ ദാവീദിന് സന്തോഷമായി, അതിന്റെ ഹൃദയത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ വരുന്നതായി ജനത്തെ സാമൂഹ്യമായി ഒറ്റക്കെട്ടായി ദാവീദ് കണ്ടുകൊണ്ട് പറയാണ് 122 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, തമ്മിലിണക്കിയതായ നഗരമായ ജെറുസലേമേ. ഇസ്രായേൽ പോയി, ഇവിടെ ഇതാ ജെറുസലേം വെളിപ്പെടുന്നു. ആ ജെറുസലേമിന് ഒരു യോഗ്യത, തമ്മിലിണക്കിയത്. ആരാണ് ഈ തമ്മിലിണക്കപ്പെട്ടത്? അന്യജാതിക്കാരായിരുന്ന ഗോത്രക്കാർ. അതിന് പിന്നോട്ടുള്ളതായ വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ഗോത്രങ്ങൾ, വംശങ്ങൾ, ഭാഷകൾ, ജാതികൾ ഒക്കെയും വരുവീൻ, നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിന്റെ യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മിസ്രയീമും അശൂരും ഇസ്രായേലും ഒന്നായി യഹോവയെ ആരാധന കഴിക്കും. അപ്പോൾ ആരാധനയുടെ ബന്ധത്തിൽ കൂടെ മനുഷ്യൻ ഒന്നാകുന്നു എന്നർത്ഥം. ദൈവത്തെ ആരാധിക്കുവാൻ ഒന്നിച്ചു വരുമ്പോൾ മനുഷ്യൻ ചേഞ്ച് ആകുന്നു, മനുഷ്യന് വ്യത്യാസമാകുന്നു. ഈ ആണ്ടിന്റെ അവസാനത്തിൽ ദൈവം നമുക്ക് തരുന്നതായ വാഗ്ദാനമാണ്. ചേഞ്ച് ആകത്തില്ലെന്ന് പറഞ്ഞതായ മനുഷ്യർ, ഇതുവരെയും നമ്മൾ തള്ളിക്കളഞ്ഞതായ മനുഷ്യർ, നമ്മെ നിന്ദിച്ചതായ മനുഷ്യർ, നമ്മെ ഉപദ്രവിച്ച മനുഷ്യരെ ദൈവം സ്വന്തം ജനമാക്കുന്നു. അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും. 2025 മനുഷ്യനിൽ വലിയ വ്യത്യാസമുണ്ടാകും, വലിയ ഐക്യമുണ്ടാകും. ദൈവം വ്യക്തികളെ മാറ്റും, രാജ്യങ്ങളെ മാറ്റും, സ്വഭാവങ്ങളെ മാറ്റും, അവരുടെ ദൂഷ്യഫലങ്ങളെ മാറ്റി ദൈവം ഇതാ വലിയ പ്രവൃത്തി ചെയ്യുവാൻ എഴുന്നേറ്റ് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. നിനക്കൊക്കെ അത് വിശ്വസിക്കാൻ കഴിയുമോ? മിസ്രയീം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അശൂരിന്റെ സ്വഭാവം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അവനെ കുറിച്ച് പറയുകയാണ്, അവൻ എന്റെ കൈകളുടെ പ്രവൃത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് ഇസ്രായേൽ ജനത്തിനും അല്ലെങ്കിൽ ദൈവജനത്തിനും ശത്രുക്കളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അശൂരിനെ ദൈവം പറയുന്നത് പോലെ കേൾക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തവരെ കൈക്കൊള്ളുകയാണ്. ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ദൈവജനത്തെ അടിമകളാക്കിക്കൊണ്ടിരുന്നതായ മിസ്രയീമിനെ കുറിച്ച് ദൈവം പറയുകയാണ്, എന്റെ ജനമായ മിസ്രയീം. ദൈവത്തിന് സ്തോത്രം. ആ മിസ്രയീമിനെ ദൈവം സ്നേഹിക്കുന്നു, ആ അശൂരിനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തോട് ശത്രുത്വം എപ്പോഴും അല്ലെങ്കിൽ അഹങ്കാരം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, എന്റെ അവകാശമായ ഇസ്രായേൽ. ദൈവത്തിന് സ്തോത്രം. ഈ ഇസ്രായേലിനെ കർത്താവ് കണ്ടുകൊണ്ട് ഇന്ന് നാം വായിച്ചതായ ആ വാഗ്ദത്ത വചനം, ദൈവം മാറ്റുവാൻ ഉദ്ദേശിക്കുന്നതായ, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതായ പ്രവൃത്തിയെ മുന്നമേ കണ്ടുകൊണ്ട് കർത്താവ് ആ ജനത്തെ കുറിച്ച് പറയുകയാണ്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ ജെറുസലേമേ, ജെറുസലേമേ, നിന്നെ എത്ര പ്രാവശ്യം ചിറകിൻ കീഴിൽ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, എങ്കിലും നിനക്കോ മനസ്സായില്ല. ഇപ്പോഴിതാ മനസ്സ് വന്നപ്പോൾ ദൈവം അവനെ മാറ്റിയപ്പോൾ ഇസ്രായേൽ അല്ല, അവൻ ജെറുസലേമായി മാറി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ രാജ്യങ്ങളെ കുറിച്ചല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, വ്യക്തി ജീവിതങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ച്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ധരിപ്പിക്കുന്നത്, മാറത്തില്ല എന്ന് കരുതിയ പലരും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സഹോദരങ്ങൾക്ക് മാറ്റമില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ മാതാപിതാക്കൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അനേക അടിമത്ത സ്വഭാവങ്ങളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകില്ല എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ, അത് നിനക്ക് തെറ്റിപ്പോയി. ദൈവം ചെയ്യുമ്പോൾ അത് വ്യത്യാസമാകും. ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിൽ മാറ്റമുണ്ടാകും. അസാധ്യതകളെ മാറ്റമാക്കിയത് അല്ലെങ്കിൽ സാധ്യമാക്കി തരുന്നതായ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ഏറ്റുകൊള്ളുന്നുണ്ടെങ്കിൽ, അസാധ്യതകളെ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട.
ദൈവം മാറ്റുമ്പോൾ അത് സാധ്യമാക്കി തീർക്കും. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. നമ്മുടെ ചിന്താഗതിയിൽ പല അസാധ്യതകളുമുണ്ട്. എന്നാൽ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുമ്പോൾ ഇതാ നാം നിന്ദിച്ചവരൊക്കെയും ദൈവത്തിന്റെ ജനമായി മാറുന്നു. നാം തെറ്റിദ്ധരിച്ചവരൊക്കെയും നമ്മെ ഉപദ്രവിച്ചവർ പലരും ദൈവത്തിന്റെ മക്കളായി മാറുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അശൂരും മിസ്രയീമും യഹോവയെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ, വരുവീൻ നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. സന്തോഷമുള്ള ഒരു ജീവിതം, അതിശയകരമായ വ്യത്യാസമുള്ള ഒരു ജീവിതം നിന്റെയും ഭവനത്തിൽ ദൈവം കൊണ്ടുവരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.